നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 1.5 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു സെമി ഫൈനൽ ആവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ പോരാട്ടത്തിൽ തീ പാറുമെന്നും ഉറപ്പാണ്. UDF-നായി അൻവർ സർവ്വ അടവുകളും പയറ്റാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇടതു മുന്നണിക്ക് സീറ്റ് നിലനിർത്താനുള്ള അഭിമാന പോരാട്ടം കൂടിയാകും. തൃക്കാക്കര, പുതുപ്പള്ളി, പിന്നീട് പാലക്കാടും ചേലക്കരയും 4 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. 2 മുന്നണികൾക്കും വിജയിച്ചേ തീരൂ. പോരാട്ടം തീപാറും. UDF സ്ഥാനാർത്ഥിക്കായി സർവ്വ അടവുകളും അൻവർ പയറ്റുമ്പോൾ അൻവറിന് രാഷ്ട്രീയ മറുപടി നൽകാൻ വിജയത്തിൽ കുറഞ്ഞെന്നും ഇടതുമുന്നണിക്ക് ചിന്തിക്കാനാകില്ല. നിലമ്പൂർ നഗരസഭയും 7 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല്, അമരമ്പലം, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. എടക്കര, വഴിക്കടവ്, മൂത്തേടം, കരുളായി എന്നീ പഞ്ചായത്തുകൾ UDF-ഉം. തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നണി ബലാബലം ഒപ്പത്തിനൊപ്പം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇക്കുറി വ്യത്യസ്തമാകും. വികസന വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് UDF കേന്ദ്രീകരിച്ചാൽ വികസന രാഷ്ട്രീയം പറയലാകും LDF തന്ത്രം. VS ജോയിയും ആര്യടൻ ഷൗക്കത്തും തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി സാധ്യതയിൽ മുന്നിൽ. നിലമ്പൂർ സ്വദേശി കൂടിയായ M സ്വരാജും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമും ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്തും ഇടത് പരിഗണന പട്ടികയിൽ വന്നേക്കാം. UDF-ൽ ആശയക്കുഴപ്പമുണ്ടായാൽ അത് മുതലെടുക്കാനും LDF തന്ത്രം മെനയാം. നിയമസഭയ്ക്ക് 6 മാസമെങ്കിലും കാലാവധിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. സ്പീക്കർ അംഗീകരിച്ച അൻവറിന്റെ രാജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കലും മറ്റ് നടപടിക്രമങ്ങളും നിരവധിയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളാനും സാധ്യതയുണ്ട്. മത്സരിച്ചില്ലെങ്കിലും താൻ പിന്തുണയ്ക്കുന്നവരെ വിജയിപ്പിക്കേണ്ടത് PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അനിവാര്യമാണ്. താൻ പരിഹസിച്ച ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി അൻവർ പ്രചാരണത്തിനിറങ്ങേണ്ടി വരുമോ, അതോ ആര്യടൻ ഷൗക്കത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ് തന്നെ ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അനുമോദിന് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാവുമെന്ന്. അതേതാണ്ട് ശരിയാവുകയാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന് തന്നെയാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. ഇനിയിപ്പോൾ നിലത്ത് നിൽക്കേണ്ട, പ്രത്യേകിച്ച് അവിടെ PV അൻവർ ഉള്ളതുകൊണ്ട് വാർത്തകൾക്കും ട്വിസ്റ്റുകൾക്കും ടേണുകൾക്കും ഒന്നും ഒരു പഞ്ഞും ഉണ്ടാവില്ല. പക്ഷേ അതിനും അപ്പുറത്ത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കാരണം നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സെമി ഫൈനൽ ആയിരിക്കും. ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് 4 ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ ചില നാടകീയമായ ട്വിസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിലമ്പൂരിന്റെ മനസ്സറിയുന്ന അല്ലെങ്കിൽ നിലമ്പൂരിന്റെ പൾസ് അറിയുന്ന ആളാണ് അൻവർ. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലമായ നിലമ്പൂർ അൻവറിനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇനി UDF-നൊപ്പമാണ് അൻവർ എങ്കിൽ കളികളെല്ലാം മാറി മറിയുമല്ലോ. ചുരുക്കത്തിൽ ഇനി അങ്ങോട്ട് തന്നെ ഉറ്റുനോക്കാം അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂരിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്തുള്ള തരത്തിലാണ് ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ഇതിൽ. നമ്മളൊരു 6 മാസം മുൻപ് കണ്ട അൻവറിനെയല്ല ഇന്ന് കാണുന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയാവട്ടെ, രാഷ്ട്രീയ ഭാഷയാവട്ടെ, കാഴ്ചപ്പാടുകളാകട്ടെ, അതൊക്കെ തന്നെ വല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂരിലേക്ക് അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ മുഖ്യ പ്രചാരകനായിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പിന്റെ അമരക്കാരനായിട്ടൊക്കെ എത്തുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അതൊരു UDF-ന്റെ മണ്ഡലമാണ് എന്നുള്ളതാണ്. ആര്യടൻ മുഹമ്മദ് 82 മുതൽ അദ്ദേഹം വിരമിക്കുന്നത് വരെ ഒരിക്കൽ പോലും പരാജയം അറിയാതെ മത്സരിച്ച മണ്ഡലമാണ്. അവിടുത്തെ രാഷ്ട്രീയം കൃത്യമായിട്ട് UDF-ന്റെ ചേർന്ന് നിൽക്കുന്നതാണ്. അതിന്റെ കൃത്യമായ ഘടന മനസ്സിലാക്കിയാണ് PV അൻവർ പ്രചരണത്തിന് ഇറങ്ങിയതും 2 തവണ അവിടെ വിജയം കണ്ടതും. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് UDF-ന്റെ പാളയത്തിലേക്ക് അൻവർ എത്തുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അൻവർ ഉയർത്തുന്ന വെല്ലുവിളി, അതോടൊപ്പം പരമ്പരാഗതമായിട്ട് UDF-ലേക്ക് പോകുന്ന വോട്ട് ബാങ്കുകൾ, ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതിനപ്പുറത്ത് അൻവർ ഒരു നേതാവായി ഉയർന്നു വന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച്
അവിടെ അത്തരത്തിലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയതാണ്. അതിനു മുൻപ് തന്നെ അൻവറിന് നിലമ്പൂർ അറിയാം, നിലമ്പൂരുകാർക്ക് അൻവറിനെ അറിയാം. അദ്ദേഹം 2 തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചതും അവിടെ ന്യായമായ വോട്ട് ഏറനാട്ടിലും അതേപോലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പിടിച്ചതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും അദ്ദേഹത്തിന് ആളുകളെ സംഘടിപ്പിക്കാനുള്ള കഴിവും തെളിയിച്ചുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ അൻവർ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുമ്പോൾ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളി പ്രധാനമായിട്ടും ആരെ കളത്തിലിറക്കി ഈ ഒരു പോരാട്ടം വിജയിക്കും എന്നുള്ളതാണ്. അതിൽ പല പേരുകളും ഉയരുന്നുണ്ട്. എം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. നിലമ്പൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എം സ്വരാജിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ എം സ്വരാജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ നിലമ്പൂരിൽ വിജയിച്ച് കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പേരാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാനായ മാട്ടുമൽ സലീം, അദ്ദേഹവും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്, ന്യൂനപക്ഷത്തിൽ നിന്ന ആളാണ്. അൻവറിനൊപ്പം നഗരസഭ പിടിക്കാനും ആദ്യകാലങ്ങളിൽ പ്രവർത്തിക്കാനൊക്കെ ഒപ്പം നിന്ന ആളാണ്. അപ്പോൾ മാട്ടുമൽ സലീമിന് നിലമ്പൂരുകാർക്കും അറിയാം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും അറിയാം. അങ്ങനെ അത്തരം 2 പേര്. പിന്നെ അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൗക്കത്ത്, അദ്ദേഹം ഒരു നല്ലൊരു സംഘാടകനാണ്. ഇങ്ങനെ 3-4 പേരാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്നത്. മറുവശത്ത് UDF-ലേക്ക് പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആര്യടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ 2 പേരുകൾ മാത്രം നിൽക്കുകയാണ്. അത് തന്നെ ആര്യടൻ ഷൗക്കത്തിന്റെ പേരിന് ഇന്നലെ അൻവർ നടത്തിയ പ്രസ്താവനയൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ചയാകുകയും VS ജോയ് അവിടെ ഈ ഒരു ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അൻവറിന്റെ ഇനിയുള്ള പ്രവർത്തനം നിലമ്പൂർ കേന്ദ്രീകരിച്ച് തന്നെ ആകുമെന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം ഇടതുപക്ഷക്കാരനായ സമയത്ത് ഒപ്പം നിന്നവരൊക്കെ കൂടെ നിൽക്കുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. നേരത്തെ അൻവർ പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേർ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ എന്നോടാണ് താല്പര്യം, പക്ഷേ പലർക്കും അത് പരസ്യമായി പ്രകടിപ്പിക്കാനാകുന്നില്ല എന്നതുകൊണ്ടാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഉറപ്പായും അനുമോദ് ഇനി